ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പണ്ട് നീ ഇവിടെ നിന്ന സമയത്ത് തമ്പുരാട്ടിയുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയത് വല്ലതും ആണോ? അന്നെനിക്ക് മോഹമുണ്ടായിരുന്നു, തമ്പുരാട്ടിയെ പോലെ അണിഞ്ഞൊരുങ്ങി നടക്കാനും അതുപോലെ ജീവിക്കാനും. എന്തൊരു പ്രൗഢി! ഇപ്പൊ കണ്ടാല് കുഞ്ഞുമോളി കൊട്ടാരത്തിലെ തമ്പുരാട്ടിയാണെന്നേ പറയൂ. അയ്യോ, പറഞ്ഞ സമയത്ത് തന്നെ സിദ്ധരെത്തിയല്ലോ. നമസ്കാരം. ഗുഡ് നൈറ്റ് പറയേണ്ട സമയത്താ ഇയാളുടെ ഒരു നമസ്കാരം. ഓ, വരവച്ചിരിക്കും. എങ്ങനെയുണ്ട് സിദ്ധരെ? ഇപ്പൊ എന്റെ കുഞ്ഞുമോളെ കണ്ട തമ്പുരാട്ടിയാണെന്നല്ലേ പറയൂ? തമ്പുരാട്ടിയാണെന്നേ പറയൂ. പണ്ട് ഈ സിംഹാസനവും ഇതിലിരുന്ന ആളെയും ഭയന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നിവർന്നു നിൽക്കാൻ അവകാശമില്ലാത്ത ഒരു കാലം. അന്ന് ഇവിടെ ഒന്ന് തല ഉയർത്തിയിരിക്കണമെന്ന് ഒരിക്കൽ പോലും എനിക്ക് തോന്നിയിട്ടില്ല. തോന്നിയിട്ടും കാര്യമില്ല എന്നുള്ളതാ സത്യം. പക്ഷേ കാലം മാറി. പഴയ അടുക്കളക്കാരിയായ രമാദേവിയായി വളർന്നപ്പോ ഇപ്പോ ഇതും സാധ്യമായി. ഭദ്രേട്ടാ, വെറുതെ ഒരു മോഹം പറയാ. ഈ കൊട്ടാരത്തിലെ തായ്വേരുകളിൽ ആർക്കാണോ ഇതിലിപ്പോ അവകാശമുള്ളത് അവരിൽ നിന്ന് എനിക്കിത് സ്വന്തമാക്കിയാൽ കൊള്ളാം എന്നുണ്ട്. പണം കൊടുത്ത് ഞാൻ വാങ്ങണമെന്ന് പറയുന്നത് ഇടിഞ്ഞു വീഴാറായ ഈ കെട്ടിടം മാത്രമല്ല, യൗവനകാലത്ത് മനസ്സ് കല്ലാക്കി മാറ്റിയ ഒരു പെണ്ണിന്റെ ദുരിതപൂർണമായ ഓർമ്മകൾ കൂടിയാ. എന്താ, നടക്കൂ? നടക്കുമെന്നോ? കുഞ്ഞോട് വെറുതെ പറയണ്ട, കാര്യമായിട്ട് തന്നെ പറഞ്ഞോളൂ. നമുക്ക് ശരിയാക്കാന്നേ. വില പറയുന്നതിന് മുൻപ് ഈ കുപ്പത്തൊട്ടിലെ മാണിക്യം എന്ന് ചേച്ചി കേട്ടിട്ടുണ്ടോ? എങ്കിലേ അങ്ങനൊരു മാണിക്യമാണ് ചേച്ചിയുടെ മരുമോള്. ജനിച്ചത് എവിടെയായിരുന്നു എന്ന് ഒന്ന് അന്വേഷിച്ചുകൂടായിരുന്നു? വല്ല കൊടിലുമായിരിക്കും. കൊട്ടാരത്തില്, ഇലവുദേശം കൊട്ടാരത്തില്. സൗജന്യമായി കിട്ടുമോ എന്നൊന്ന് നോക്കട്ടെ. ഇത് ഒറിജിനൽ ആണോന്ന് ഒന്ന് നോക്കിയ സിദ്ധരെ. തന്നെ. എന്താ ഇവിടെ നിർത്താൻ പറഞ്ഞത്? കാറ് ഇവിടെ ഇട്ടിട്ട് പോവാം, ആരെങ്കിലും കണ്ടാലോ? അതെന്താ, കൊട്ടാരവളപ്പിലേക്ക് കാറ് കയറില്ലേ? കയറും, പക്ഷെ നമ്മൾ ഈ രാത്രിയില് കാറിൽ അവിടെ ചെന്ന് ഇറങ്ങിയാലേ ആരെങ്കിലും ശ്രദ്ധിക്കും. അത് ചിലപ്പോ കൂടുതൽ കുഴപ്പങ്ങൾക്ക് കാരണമാവും. അതാ. എങ്കിൽ കാർ ഇവിടെ തന്നെ കിടക്കട്ടെ അല്ലേ? സേഫ് ആണല്ലോ അല്ലേ? സേഫാ, താൻ വാ. വാ.
ഇത് ഒറിജിനൽ തന്നെയാ. തനി തങ്കം. ഈ കൊട്ടാരത്തിൽ തന്നെ മുദ്രയുണ്ടല്ലോ. ആ കൂടുതൽ പരിശോധിക്കേണ്ട കാര്യമില്ല. ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. ദാ. നിനക്കിത് എവിടുന്ന കുഞ്ഞോളെ കിട്ടിയത്? ആ പണ്ട് നീ ഇവിടെ നിന്ന സമയത്ത് തമ്പുരാട്ടിയുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയത് വല്ലതും ആണോ? അന്നെനിക്ക് മോഹമുണ്ടായിരുന്നു. തമ്പുരാട്ടിയെ പോലെ അണിഞ്ഞൊരുങ്ങി നടക്കാനും അതുപോലെ ജീവിക്കാനും. ആ അന്നതിന് കഴിഞ്ഞില്ല. ആ ആഗ്രഹമൊക്കെ നടത്തുന്നത് ഇപ്പോ ഈ പ്രായത്തിലാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇനി എന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. സിദ്ധര് പൊയ്ക്കൊള്ളൂ. ആവശ്യം വന്നാ ഞാൻ വിളിപ്പിച്ചോളാം. ആയിക്കോട്ടെ. ആ ഓ, 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 ഓ. കുഞ്ഞോളെ, ഇവിടെ എങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ? ഇവിടെ മൊത്തം ഒന്നും തപ്പണ്ടേ? നമുക്ക് ആവശ്യമുള്ളത് വല്ല ഉണ്ടോ നോക്കണ്ടേ? ദേ, ഞാൻ ഒരു കാര്യം പറയാം. നമുക്ക് ആവശ്യമുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ ആ പെണ്ണില്ലേ ഐശ്വര്യ, അവളെ എന്നേക്കുമായി ഒഴിവാക്കണം കേട്ടോ. ഇനി അവളെ തലയിച്ച് നോക്കണ്ട. ഇങ്ങനെ എന്തൊക്കെയോ ഉള്ളതാ ആ പെണ്ണിന്റെ അഹങ്കാരം. അതെ, അത് നമുക്ക് തീർക്കണം. നീ ഇവിടെ ഇരിക്കെ. കാറിലെ ഒരു സാധനം ഇരിപ്പുണ്ട്, ഞാൻ അതിന് എടുത്തോണ്ട് വരാം. ഇന്നെനിക്ക് കൂടി ചാറുമാതിക്കണം. പുറകുവശം വഴി പോയാ മതി. ആയിക്കോട്ടെ. ഭദ്രേട്ടന് ഒരു ജയിൽവാസയോഗം കാണുന്നുണ്ടല്ലോ. താൻ വാ. താൻ കരയണോ? അത് പഴയ കാര്യങ്ങളൊക്കെ ഓർത്തപ്പോ എന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗ സമയവും ഞാനുണ്ടായിരുന്നത് ഇവിടെയാ.